ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും കൃഷ്ണാസ് വേ ലൈവ് ചാറ്റിലേക്ക് സ്വാഗതം. ഇത് കണ്ടോ, ഇതിനെന്താണ് ഇത്ര പ്രത്യേകത എന്ന് വിചാരിക്കേണ്ട. ഇതൊരു മൺകലം അല്ലെങ്കിൽ മൺചട്ടി, കറി വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മൺചട്ടിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ മൺചട്ടിക്ക് 30 വയസ്സ് കഴിഞ്ഞു. നിങ്ങളുടെ വീട്ടിൽ ഇത്രയും പഴക്കമുള്ള മൺചട്ടികളുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അതിൻ്റെ അന്ന് 30 വർഷം മുമ്പ് പറയുമ്പോൾ അന്നത്തെ മൺചട്ടിക്ക് അത്രയും നല്ല രീതിയിലാണ് അവർ തയ്യാറാക്കിയിട്ടുണ്ടാവുക. അത് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന രീതി വളരെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കണം. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് എൻ്റെ വീട്ടിലിങ്ങനെ മൺപാത്രമൊന്നും ഉപയോഗിക്കായിരുന്നില്ല. അപ്പോൾ ഇതിലൂടെ വന്നിട്ട് എനിക്ക് ആദ്യം അത്ര പഴക്കമുണ്ടായില്ലെങ്കിൽ ആദ്യം 1-2 ചട്ടിയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് അറിയാണ്ട്. പിന്നെ ഞാൻ സൂക്ഷിച്ച് പെരുമാറാൻ തുടങ്ങി. ഇപ്പം 30 വർഷം കഴിഞ്ഞു. ഇതിപ്പോൾ യാതൊരു കേടുമില്ലാതെ ഇന്നും ഞാനിപ്പോൾ ഇത് കറി വയ്ക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചു. ഞാനത് എങ്ങനെയാണത് മയക്കി എടുക്കുന്നതിനൊന്ന് നേരാക്കി എടുക്കണമല്ലോ. ഞങ്ങളിവിടെ അതിന് മയക്കി എടുക്കുക പറയും, കലങ്ങളൊക്കെ മയക്കി എടുക്കുക എന്നാണ് പറയുക. അപ്പം നമ്മൾ ഈ ഉണങ്ങിയ മാവിൻ്റെ ഇലയും പ്ലാവിൻ്റെ ഇലയൊക്കെ ഇതിനകത്ത് ഇട്ടിട്ട് തീ കത്തിക്കും. ഒന്നുകിൽ ഇതിനകത്തിട്ട് തീ കത്തിക്കും, അതല്ലെങ്കിൽ അടുപ്പിന്, ഞാൻ വിറക് ഉപയോഗിക്കുന്ന ആളാണ്, അടുപ്പിൽ കത്തിച്ചിട്ട് ഈ ചട്ടി അതിനകത്തേക്ക് ഇങ്ങനെ കവുത്തി വെച്ച് കൊടുക്കും. എന്നിട്ട് ആ പുകയിൽ കിടന്നത് കുറേ ദൂരം കിടക്കുമ്പോൾ സമയത്ത് ഒരു 5-10 മിനിറ്റ് പിന്നെ എടുത്തു കഴിഞ്ഞാൽ അത് അപ്പം മൺചട്ടിയുടെ നിറം നല്ല ചുവന്ന നിറം തന്നെയായിരുന്നു ഞാൻ വാങ്ങുമ്പോൾ. അങ്ങനെ നിറം മാറി ഒരു കറുപ്പ് നിറമായി. കറുപ്പ് നിറമായതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നിറം മാറുക അല്ലെങ്കിൽ സ്വാദ് വ്യത്യാസം യാതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്രയും കാലം നിന്നത്. അതിനുശേഷം ആദ്യം ഒന്ന് വെള്ളം തിളപ്പിച്ചെടുക്കും, എന്നിട്ട് പിന്നെ സാധാരണ പോലെ വെച്ച് തുടങ്ങും. ഇപ്പോൾ പലരും ചട്ടികൾ വാങ്ങിയിട്ട് ഗ്യാസിലൊക്കെ വെക്കാറുണ്ട്. ഞാൻ ഒരിക്കലും ഇത് ഗ്യാസ് അടുപ്പിൽ വെക്കില്ല. ഗ്യാസ് അടുപ്പിൽ വെക്കും തോറും ആ ചട്ടിയുടെ ബലക്ഷയം വരും, ബലം കുറയും, വേഗം പെട്ടെന്ന് തന്നെ അത് പൊട്ടിപ്പോകും. പറഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗം അങ്ങനെ വിണ്ടു വരും. അതുകൊണ്ട് അടുപ്പിൽ ഉപയോഗിക്കുമ്പോഴാണ്, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്രയും വർഷം ഇത് നിന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇതിൻ്റെ നിറത്തിൽ കാര്യമില്ല. ഇതേ മോഡൽ കൽച്ചട്ടികളൊക്കെ ധാരാളം ഉണ്ട്. അതുപോലത്തെ ഒരു ചട്ടി കൂടി എൻ്റെ കയ്യിലുണ്ട്, അതിനും ഒരു കേടൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഏത് കാര്യവും നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത് പോലെ ഇരിക്കും. ഇത്രയും വയസ്സും പ്രായമായ മൺകലങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഇതിൻ്റെ ഷേപ്പും കണ്ടില്ല, പണ്ടത്തെ അലുമിനിയം പാത്രങ്ങളുടെയൊക്കെ പോലെയുള്ള ഒരു ഷേപ്പാണ്. അന്ന് വീടാന്തരം വിൽക്കാൻ വരും പാത്രം വിൽക്കുന്ന ആൾക്കാർ, മൺചട്ടി. അപ്പോൾ അന്ന് നെല്ലാണ് കൊടുക്കുക, അന്ന് കൂലി. നെല്ല് കൊടുത്തിട്ട് വാങ്ങി വയ്ക്കുന്നത്. എൻ്റെ മദറിലെയാണ് ഇതൊക്കെ നോക്കണത്. ഇങ്ങനെ നമുക്കറിയില്ല, ചട്ടി വാങ്ങുമ്പോൾ നല്ലതാണോ കെട്ടതാണോ എന്ന് നമുക്കറിയില്ല. ഇങ്ങനെ എന്തോ അങ്ങനെ കൊട്ടി നോക്കണ കാണാം. കൊട്ടി നോക്കുമ്പോൾ അതിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് അവർ മനസ്സിലാക്കുക, ഇത് പൊട്ടിയിട്ടില്ല എന്നുള്ളതൊക്കെ. അങ്ങനെ വാങ്ങിയൊരു മൺചട്ടിയാണിത്. നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. മൺകലം വാങ്ങുമ്പോൾ ഞാൻ ചെയ്ത പോലെ തന്നെ ഒന്ന് മയക്കി നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.